എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് സ്വാഗതം പറയാൻ എൻ്റെ കൂടെ അമ്മൂട്ടിയില്ല കേട്ടോ, അല്ലെങ്കിൽ എന്നും ഈ സൈഡിൽ നിന്നിട്ട് അമ്മൂട്ടി സ്വാഗതം എന്ന് പറഞ്ഞേനെ കേട്ടോ. അമ്മു വീട്ടിൽ പോയി 2 ദിവസത്തേന് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ് കേട്ടോ. ഞങ്ങളുടെ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് എന്തൊക്കെ ചെയ്യണം, ഇന്ന് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഓരോ ദിവസവും നമ്മൾ തുടങ്ങുന്നത്. അതിനകത്തൊക്കെ മെയിൻ ഒരു സജഷൻ തന്ന് അമ്മൂട്ടി കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പോഴും ഒട്ടിച്ചേർന്ന് അടുത്ത് തന്നെ ഉണ്ടാവും. ബട്ട് ഇന്നത്തെ ദിവസം ഞാൻ ആകെ ഡൗൺ ആണ് കേട്ടോ. സോ എനിക്ക് മാരേജിന് മുന്നേ അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, അത് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കുന്നു. ബട്ട് ആഫ്റ്റർ മാരേജ് അവളും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചുകൂടി ധൈര്യമായി, പിന്നെ അതുപോലെ തന്നെ ഒരു സപ്പോർട്ടിന് ആളായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അത് കുറച്ചുകൂടി എനിക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായി. ബട്ട് അത് ഇല്ലാതെ വരുമ്പോഴത്തേനും ഒരു ദിവസം അവൾ മാറി നിന്നപ്പോഴാണ് ശരിക്കും ദൈവമേ ഇന്ന് എന്തൊക്കെ ചെയ്യുമെന്ന് ആകെ ഡൗട്ടായി പോയേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസവും നമ്മുടെ ഇന്നത്തെ റൊട്ടീൻ പോലെ ഓരോ കാര്യങ്ങൾ തുടങ്ങുകയാണ്. ബട്ട് ഇവളില്ലാതെ, അമ്മ ഇല്ലാതെ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യും എന്നാണ് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇപ്പോൾ മോർണിംഗ് ആണ്, രാവിലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി. രാവിലെ മമ്മീനെ ജോലിക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൊണ്ടുവിട്ടു. ഈ സമയത്ത് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേനും എനിക്ക് ചായ, ഫുഡ് ഒക്കെ റെഡി ആയിരുന്നു. അമ്മുമില്ല, അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് ഞാൻ റെഡിയാക്കണം. ബട്ട് ഇന്ന് നമ്മുടെ മെയിൻ ആളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗാഹക്കുട്ടൻ എപ്പോഴും വീഡിയോ എടുക്കാൻ നമ്മളും ഗാഹക്കുട്ടൻ റെഡിയാണ് കേട്ടോ. അവള് വന്ന് നിൽക്കും. കാരണം ഞാനും അമ്മും വീഡിയോ എടുക്കുന്ന എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശരിക്കും എന്താ പറയുക, ഗാർഗി എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ വന്നിരിക്കും. വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ നാൾ കുറച്ച് ലേറ്റ് ആയെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന പുള്ളിക്കാരത്തി കണ്ടില്ല, അതാണ് മെയിൻ സംഭവം. അപ്പോൾ പുള്ളിക്കാരത്തി ഇതാ ഇപ്പം വന്ന് സെറ്റായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അതാ ഇവിടെ ഉണ്ട്. എനിവേ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മൂട്ടിയുടെ പ്രസൻസ് ഇല്ലാതെ എങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നാണ് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ എനിവേ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ നായിപ്പോയി എന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് അങ്ങനെ തന്നെ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ബാ നമുക്ക് ഫുഡ് കഴിക്കാൻ സമയമായി. എല്ലാവർക്കും ഫുഡ് കൊടുക്കേണ്ട മെയിൻ സംഭവമാണ് കേട്ടോ. മമ്മി ജോലിക്ക് പോകുന്നതുകൊണ്ട് അമ്മ ഉള്ളപ്പോഴത്തേനും ചേച്ചി ഉള്ളപ്പോഴത്തേനും ഫുഡൊക്കെ റെഡി ആയിരിക്കും. ബട്ട് ഇപ്പം മെയിനായിട്ടുള്ള ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, പിന്നെ ചേട്ടായി ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഗാർഗപ്പന് ഫുഡ് കൊടുക്കണം, എനിക്ക് ഫുഡ് എടുക്കണം, ചേട്ടായിക്ക് ഫുഡ് എടുക്കണം. നമ്മൾ ഫുഡ് അടി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഓക്കെ റെഡിയാക്കി തരാം. എന്താ ആള് പറഞ്ഞു തുടങ്ങി. അമ്മുച്ചേച്ചി വരുന്നുണ്ട്. അമ്മുച്ചേച്ചി എന്തി? അതാ അമ്മുനെ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 2 ദിവസം ആളിവിടെ ഇല്ലാന്ന് ഗാർഗിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നോക്കാൻ വേണ്ടി പോവാ കേട്ടോ. അമ്മുച്ചേച്ചി എന്ത് ഗാർഗിയ? അമ്മുച്ചേച്ചി വരുന്നുണ്ടോ നോക്കി. അമ്മുച്ചേച്ചിനെ വിളി നോക്കുന്നുണ്ട് കേട്ടോ. ഇല്ല ഇങ്ങ് വാങ്ങി അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങ് പോവും കേട്ടോ. വരും അമ്മുച്ചേച്ചി വരും. ഇപ്പം വാക്ക് ഫുഡ് കഴിക്കാം. വാ ഓടി വാ ഫുഡ് കഴിക്കാം. വാ പോയി നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ പലപ്പോഴും ഇതുപോലെയുള്ള അവസ്ഥകളിൽ ഞാൻ ഇങ്ങനെ പറ്റിക്കാറില്ല. ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. പക്ഷെ അവളതെങ്കിൽ സീരിയസ് ആക്കി കേട്ടോ. ശരിക്കും കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് ഞങ്ങൾ എല്ലാവരും യാത്രയിലായിരുന്നു കേട്ടോ. ഞാനും അമ്മും ട്രിവാൻഡ്രം വരെ പോയി. അതിനുശേഷം ചേച്ചി ഇപ്പോൾ എറണാകുളത്തേക്ക് പോയി. അപ്പോൾ ആരും വീട്ടിലില്ല. അപ്പോൾ എല്ലാവരും തിരിച്ചു വരുന്നതും കാത്താണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. കാരണം എല്ലാവരും ഒരുമിച്ച് വീട്ടിലുണ്ടാകുമ്പോഴാണ് മെയിനായിട്ട് ഇവളുടെ ഒരു ഹാപ്പിനെസ്. കാരണം എല്ലാവരും ഉള്ളപ്പോഴത്തേന് അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഗാർഗിക്ക്. ഇപ്പം ആരും ഇല്ല, കാരണം ഞാനും ചേട്ടായി മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മ വരുന്ന വെയിറ്റിംഗ് ആണ്, പിന്നെ അതുപോലെ തന്നെ ചേച്ചി വരുന്ന വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും വന്നു കഴിയുമ്പോഴത്തേനും പുള്ളിക്കാരി ഹാപ്പിയാണ്. പിന്നെ അതും കൂടാതെ മമ്മി രാവിലെ ജോലിക്കും പോയി. അപ്പോൾ അത് മെയിനായിട്ടുള്ള ഘടകം. ഇന്നിപ്പോഴത്തേന് നമ്മൾ ഓരോ കാര്യങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എങ്ങനെ ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് വർക്കുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വീഡിയോ എടുക്കണം. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഞാൻ ചെയ്യുമ്പോഴത്തേനും എൻ്റെ കൂടെ അമ്മ ഉണ്ടായിരുന്നു. അമ്മ കൂടെ തന്നെ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് സജഷൻസ് പറഞ്ഞ് എനിക്ക് മണ്ടത്തരങ്ങൾ പറ്റുവാണെങ്കിൽ അത് തിരുത്തി തന്ന് അങ്ങനെ പോയി ഒരു ദിവസം അങ്ങനെ
പക്കയായിട്ട് തീരും. എൻ്റെ ഇടയ്ക്ക് ചില എന്താ പറയുക, ഞാൻ അവിടെ വഴക്ക് പറയും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. അത് മീൻസ് അത് ആ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിവേ നമുക്ക് ഫുഡ് എടുക്കാം. അതെ, ഞാൻ ഈ ഫുഡ് എടുക്കണം, ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേനും ഞാൻ ഉണ്ടാക്കുന്നതല്ല കേട്ടോ. അത് രാവിലെ മമ്മി എണീക്കും. മമ്മി എണീറ്റ് കഴിയുമ്പോഴത്തേനും മമ്മി എല്ലാ ഫുഡും ആക്കി വെച്ചിട്ടായിരിക്കും പോകുന്നത്. ജസ്റ്റ് ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് ചായയൊക്കെ ഒന്ന് ചൂടാക്കുക, രാവിലെ നല്ല കട്ടൻ ചായ കേട്ടോ. അപ്പം അതൊന്ന് ചൂടാക്കുക, ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവെക്കുക. മീൻ ഞാൻ രാവിലെ വർക്കിന് പോകുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡൈനിങ് ടേബിളിൽ ഓക്കെ ആയിരിക്കും. അപ്പം ഇന്നത്തെ ദിവസം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാ, അത്രേ ഉള്ളൂ കേട്ടോ. കൈപൊള്ളിയിലോ ചൂട് ചായ. നമ്മുടെ നാട് നല്ല നല്ല തണുപ്പുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നല്ല ചൂട് കട്ടൻ കുടിക്കുന്നതാണ് അതിൻ്റെ ഒരു ഫീൽ. സ്വന്തമാക്കുവാൻ വരും ഹലോ, എന്താക്കുന്നേ? എന്ത് പരിപാടി? ഫുഡ് കഴിച്ചാ? ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. നീ ഇല്ലാതെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി. ഇത് ചിരിക്കുന്നേ പ്രതിഷേധാത്മകം. എനിക്ക് കൂട്ട് കാർഗി മാത്രമേ ഉള്ളൂ. എന്താ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ആ വെൽക്കം പറ, വെൽക്കം പറ. എടി നീ വീഡിയോയിൽ വെൽക്കം പറ. അങ്ങനെയല്ല, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആ പറഞ്ഞോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എനക്കേ ഇല്ല. ഞാൻ എന്നാ പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതട്ടെ, എന്നിട്ട് എനിക്ക് പണിയുണ്ട്. നീ ഇല്ലാതെ ഉള്ള സ്ക്രിപ്റ്റ്. ആ എന്നാ ശരി, ഞാൻ വിളിക്കാം. ഓക്കെ ബൈ, ടാറ്റ പറയും. ഓക്കെ. ശരിക്കും ഈ ഒരു സമയത്തൊക്കെയാണ് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നത്, വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ആക്കുന്നത്. തലേന്ന് രാത്രി സ്ക്രിപ്റ്റ് ഒക്കെ പ്ലാൻ ആക്കും. ഇന്നലെ അതിനുള്ളൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് വർക്കുള്ളത് കൊണ്ട് അപ്പോഴത്തേന് രണ്ടും കൂടി ഒരുമിച്ച് നടന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ സമയത്ത് സ്ക്രിപ്റ്റ് എഴുതാമെന്ന് വിചാരിച്ചു. സ്ക്രിപ്റ്റ് മീൻസ് നമ്മൾ സീരീസ് ആയിട്ട് എഴുതുന്നുണ്ടല്ലോ, ഷോർട്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഞങ്ങൾ രണ്ടുപേരുമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ അവളില്ലാതെ ഞാൻ എങ്ങനെ കഥ സൃഷ്ടിക്കൂ എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ മെയിനായിട്ടൊരു ഘടകം. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് ക്യാമറ എടുത്തിട്ട് പോവാ, സ്റ്റാൻഡ് എടുത്തിട്ട് പോവാ, മൈക്ക് എടുത്തിട്ട് പോവാ. എനിക്ക് ആജ്ഞാപിക്കാറുത്, ആജ്ഞാപിച്ചാൽ അതുപോലെ കൊണ്ടുത്തരും. ഇതെല്ലാം ഇപ്പോൾ അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഇനിയിപ്പം തിങ്ക് ചെയ്യണം എന്താണ് ഇപ്പോഴത്തെ കണ്ടൻറ്റ് ആക്കേണ്ടതെന്ന് തിങ്ക് ചെയ്യാം. മീൻസ് എന്ത് വീഡിയോ ആക്കണം, അതാണ് മെയിനായിട്ടുള്ള കാര്യം. രണ്ടുപേരൂടെ ഉണ്ടായിരുന്നപ്പോഴത്തേനും രണ്ടുപേരുണ്ടല്ലോ, അപ്പം പടപട വന്ന് ഷൂട്ട് ചെയ്ത് ഒരു കഥ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ ഒരാൾ മാത്രമായിട്ട് സൃഷ്ടിക്കുമ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനി അത് മാത്രമല്ല, അത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല. എങ്കിലും നമ്മുടെ ഒരു ഇന്നത്തെ വീഡിയോയുടെ ഒരു ചലഞ്ച് ഇതാണല്ലോ, എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്ത് നമുക്ക് നോക്കാം. യെസ്, ഐഡിയ കിട്ടി. ഈ ഒരു സിറ്റുവേഷൻ തന്നെയായിട്ട് കഥ എഴുതി എങ്ങനെ ഉണ്ടാവും, അതായത് ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് ഒരു കഥ, അത് അവളില്ലാതിരിക്കുമ്പോഴത്തേനും എങ്ങനെയാണ് സംഭവങ്ങൾ എന്നുള്ള രീതിയിലൊരു കഥ. ഇത് തന്നെയല്ലേ കണ്ടന്റ്. എഴുതാം, സെറ്റാക്കാം. സോ അങ്ങനെ സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു ഐഡിയ കിട്ടിയത്. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തിന്ന് ചെയ്യും, എന്തിങ്ങനെ ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കറക്റ്റ് ടൈമിലാണ് കേട്ടോ അമ്മൂട്ടി വിളിച്ചത്. ശരിക്കും അതാണ് ഞാൻ പറഞ്ഞിട്ട്, അവളുടെ ഒരു ചെറിയൊരു പ്രസൻസാണ് ചിലപ്പം എനിക്ക് പല ഐഡിയാസും കിട്ടുന്നത്. ഇവൻ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ വരെ ഒരു ദിവസം ലേറ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ തന്നെ അവൾ പറയും, ഇന്നെന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല, അതിനുവേണ്ടി ട്രൈ ചെയ്തൂടെ, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആയിക്കൂടെ. അപ്പം ഇത് ഇങ്ങനൊരു
പുഷ് ബാക്കി എന്നുള്ളത് കൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ വീഡിയോ ചെയ്തു പോകുന്നത്. കാരണം ഇപ്പോൾ എനിക്ക് വേറെ വർക്ക് കൂടെ ഉണ്ട്. അപ്പോൾ ആ വർക്കിൻ്റെ കൂടെ നോക്കുമ്പോഴത്തേന് ഈ ജോലി ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നോർമലി ഞാൻ ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആ വർക്ക് തന്നെ ചെയ്യും, ക്ഷീണിതനായിട്ട് വന്ന് കിടക്കും. ബട്ട് ഉള്ളിലുള്ള ഡ്രീമിനെ വീണ്ടും പുഷ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാക്കിൽ അമ്മ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സ്ഥിരം ഞാൻ പുതിയ പുതിയ കണ്ടൻറ്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ കൂടുതലാക്കുന്നതിനനുസരിച്ച് എനിക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പം വീഡിയോ കോളിൽ അവൾ വന്നുകൊണ്ട് തന്നെ കറക്റ്റ് എനിക്ക് അവൾ റിവെഞ്ച് ആണോ എന്ന് ചോദിച്ചപ്പോഴാണ് കറക്റ്റ് ഞാൻ ഇല്ലാത്തതുകൊണ്ട് റിവെഞ്ച് എടുക്കുകയാണോ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അത് ക്ലിക്കായത്. ഇങ്ങനെയൊരു വീഡിയോ ഇന്ന് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. സോ അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞപ്പോഴത്തേന് അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പം രാവിലെ തന്നെ നമ്മൾ ആ വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് ഉച്ചയ്ക്ക് മുന്നേ എനിക്ക് വേറെ വർക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അത് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് പോകണം. ഉച്ചയ്ക്ക് മുന്നേ വേണ്ട, ഉച്ച കഴിഞ്ഞിട്ട്. അപ്പോൾ ഉച്ച വരെ എനിക്ക് സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്ത് തീർക്കുകയാണ്. ഓക്കെ, ഫ്രെയിം നോക്കണം, ഫ്രെയിമെല്ലാം ഒന്ന് സെറ്റാക്കണം. ഇതാണ് മെയിനായിട്ടുള്ള കളർ. ഇതിന് ശേഷം സ്ക്രിപ്റ്റ് നോക്കണം, ഡയലോഗ്സ് നോക്കണം. ഇതെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ബാക്കിലുണ്ടെങ്കിൽ അവൾ പിടിച്ചുകൊണ്ടിരിക്കും, വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. പിന്നെ ഞാനിത് നോക്കിയാൽ മതി. ഇതിപ്പം ഞാൻ തന്നെ ഇതെല്ലാം നോക്കണം. ഓക്കെ ആണോ? ഓക്കെ. ഇതാണ് അവസ്ഥ. എൻ്റെ ദൈവമേ, ഇതെങ്ങനെ ഒപ്പിച്ച് തീർക്കുമെന്ന് എനിക്കും അറിയത്തില്ല. അവളുണ്ടായിരുന്നെങ്കിൽ ഓരോരോ ഷോട്ടുകൾ പറഞ്ഞ് എടുപ്പിക്കും. ആ എടുത്തില്ലെങ്കിൽ നീ എന്തെടുക്കുന്നു ദേഷ്യപ്പെടും. അങ്ങനെ പലതും ഞാൻ ദേഷ്യപ്പെട്ടിട്ട് എടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ പശ്ചാത്താപം തോന്നുന്നത്. ഒറ്റയ്ക്ക് ആകുമ്പോഴത്തേനാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് കേട്ടോ. എങ്കിലും നമുക്ക് ഈ ഷോട്ട് അങ്ങ് എടുത്ത് തീർക്കാം. ഓക്കെ, ഞാൻ സ്ക്രിപ്റ്റ് വായിക്കട്ടെ. അങ്ങനെ ഞാനേ പുറത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. കാരണം ഈ ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു സാധനം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. ഞാൻ ഒരുപാട് ദൂരത്തേക്കൊന്നും പോകുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ടാസ്ക്കാണ്. കാരണം സീരിയസ് ആയിട്ട് അഭിനയിച്ചിട്ടായിട്ടുള്ള സംഭവത്തിന് കുറച്ചൊരാൾ ഷോട്ട് എടുത്ത് തരാൻ വേണ്ടിയിട്ട് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്രയൊന്നും ലോങ്ങൊന്നും പോകുന്നില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. വൈകുന്നേരം ഗാർഗിനെയും കൊണ്ട് വരുന്നതാണ്. വൈകുന്നേരം വരുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാം ഈ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ തന്നെ ആൾക്കാർ വരുന്നതിന് പിന്നെ പെട്ടെന്ന് എടുത്ത് തീർക്കണം. കാരണം ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു ചമ്മലുണ്ട്. അവളൂടെ ഉണ്ടെങ്കിൽ പടപടയെന്ന് തീർക്കുമായിരുന്നു. വണ്ടിയെല്ലാം വരുന്നത് അതിന് മുന്നേ ഞാൻ തീർക്കട്ടെ. ഇതൊന്ന് സെറ്റാക്കുന്നതാണ് ഇപ്പോൾ ചടങ്ങ്. ഇന്നത്തെ വീഡിയോ എടുത്ത് വൻ കോമഡി തന്നെയാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ബാഗെല്ലാം സ്ക്രിപ്റ്റൊക്കെ ഇവിടെ ഇട്ട്, അതല്ലെങ്കിൽ ഞാൻ എടുക്കുമ്പോഴത്തേനും അതെല്ലാം അവളുടെ തോളയിലും മൈക്കെല്ലാം അവളുടെ കയ്യിൽ. എന്തിനും ഞങ്ങൾ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. ആ ഒരു വൈബുണ്ടല്ലോ, വൈബില്ല ഇപ്പം ഞാൻ ഒറ്റയ്ക്കങ്ങ് ചെയ്ത് തീർക്കുക. എങ്കിലും ഈ ചെയ്യുന്ന വീഡിയോ ഇതുമായിട്ട് ആസ്പദമാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ. അമ്മേ, വല്ലാത്ത കോമഡി തന്നെയാണ് കേട്ടോ. അയ്യോ, ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും അതൊരു വൻ കോമഡിയാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും ആൾക്കാർ വരുന്നത് നോക്കണം, വണ്ടികൾ വരുന്നത് നോക്കണം, ക്യാമറ നോക്കണം. ഇതിനിപ്പോൾ ഈ റെക്കോർഡായതിരിക്കും അതും കോമഡിയാണ്. നമ്മൾ കൂടെ ഒരാളൂടെ ഉണ്ടായിരുന്നു ചെയ്യുമ്പോഴത്തേന് 100% ഓക്കെ ആവുകയാണെങ്കിൽ ഇതൊരു 50% ഓക്കെ ആവും. അടുത്ത വണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ പരിപാടി ഞാൻ തീർത്തു കേട്ടോ, ഇവിടുത്തെ പടപടയെന്ന്. അപ്പം പരിപാടി തീർത്തു. ഇനി ഇന്നത്തെ ഷൂട്ട് കഥം ഹോഗയ. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. മടുത്തു. ഒറ്റയ്ക്കുള്ള പണി ഇച്ചിരി ടഫാണ്. എല്ലാം ഇവിടെ കൊണ്ട് ചാടിയിട്ടുണ്ട്. ഇനിയിപ്പം സമയം ഏകദേശം ഒരു 11:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് വർക്കിന് പോകാൻ സമയമായി. ഇത് കഴിഞ്ഞിട്ട് വേണം, ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞ് തീർത്തിട്ട് വേണം എനിക്ക് വർക്കിന് പോകാൻ. അപ്പം രണ്ടുകൂടെ മാനേജ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിലൊരു ഡ്രീമുണ്ടല്ലോ, അപ്പോൾ ആ ഡ്രീമിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ചെയ്യുക. സക്സസ് എപ്പം കിട്ടുമെന്ന് നമുക്കറിയത്തില്ല, ബട്ട് നമ്മൾ ചെയ്യുക അല്ലേ, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലേ, അതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പോവാണേ. അപ്പോൾ ഇനി വന്നിട്ട് കാണാം. വന്നിട്ടായിരിക്കും ഇനി ബാക്കി വീഡിയോസൊക്കെ. ഇതാ സന്ധ്യയായി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ ഒരു സ്ഥലം ഞാൻ ഈവനിങ് ആകുമ്പോഴത്തേന് ഇതേ സ്ഥലത്ത് ഇതേ സ്പോട്ടിൽ ഞങ്ങൾ വീണ്ടും എത്തുമെന്ന് പറഞ്ഞല്ലോ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇന്ന് സൂര്യൻ അസ്തമിച്ചു. സ്വാഭാവികമായിട്ട് ഇന്ന് വളരെ ലേറ്റായി കേട്ടോ. ഇതാ വ്യക്തി ഇവിടെ നിൽക്കുന്നുണ്ടില്ലേ, കുരിപ്പ്. ഇവക്ക് ഈ ഒരു സമയത്ത് ഇവിടെ വരാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യണം. അതാണ് ഇവളുടെ മെയിൻ ഉദ്ദേശം കേട്ടോ. അതുമാത്രമല്ല, ഈ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന സമയമൊന്നുമല്ല. ഈ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈവനിങ് വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന സമയം. ഇന്ന് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ലേറ്റായി പോയി കേട്ടോ.
ഞാൻ ഭയങ്കരമായിട്ട് ലേറ്റായിപ്പോയി. അപ്പം ഞങ്ങളുടെ വർക്കിങ്ങിന് ലേറ്റായിപ്പോയി. എത്ര ലേറ്റ് ആണെങ്കിലും ഇവിടെ ഞങ്ങൾ ഈവനിങ്ങിൽ നടത്താൻ വേണ്ടി വരും കേട്ടോ. അമ്മോ, അങ്ങനെ ഒരു ദിവസം അവസാനിച്ചു. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഒരു ദിവസം അവസാനിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് കുറച്ച് ടാസ്ക് ആയിരുന്നു, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു കേട്ടോ. ബിക്കോസ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേന് കിട്ടുന്ന ഒരു വൈബ് ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴത്തേനും കിട്ടത്തില്ല. ഒന്നാമത്തെ കാര്യം ഇത് മീൻസ് ആഫ്റ്റർ മാരേജിന് ശേഷമാണ് കേട്ടോ ഈ ഒരു സാധനം വന്നത്. കാരണം നമുക്ക് നമ്മുടെ ഡ്രീം അറിഞ്ഞ് നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ധൈര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡൗൺ ആയിപ്പോയ സിറ്റുവേഷൻസിലൊക്കെ ബാക്കിൽ നിന്നൊരു പുഷ് കിട്ടിയത് കൊണ്ടാണ് ഇപ്പം ഒരുപാട് റീൽസും ഇതുപോലെ സീരീസും പിന്നെ വ്ളോഗും ഒക്കെ ചെയ്യാൻ പറ്റിയത്. അത് അവളുടെ ഒരു ഹെൽപ്പ് തന്നെയാണ് കേട്ടോ. അപ്പം അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പം അതൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ അപ്പം ഇങ്ങനെ അവളുടെ ഒരു ആബ്സെൻസിൽ എങ്ങനെ ഈ ഒരു ദിവസം ഞാൻ വ്ളോഗ് ചെയ്തു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. സ്വാഭാവികമായിട്ടും എന്നത്തെയും പോലെ തന്നെ ഈവനിങ് ആകുമ്പോഴത്തേന് ഒരു ഇരുട്ടൊക്കെ വീഴുന്ന സമയമാകുമ്പോഴത്തേന് ജോലികളെല്ലാം തീർത്ത് ഇതുപോലെ ഒരു ട്രാക്കൊക്കെ വെച്ചിട്ട് ഇവിടെ വന്നിരിക്കും, ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കും. ബിക്കോസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ട് ചിലപ്പം നമ്മൾ വീഡിയോനെ പറ്റിയിട്ട് ചിന്തിക്കും. വീഡിയോ ചിലപ്പോൾ റീച്ച് വരാത്തപ്പത്തിന് അതിൻ്റെ വിഷമം വരും. പിന്നെ നമ്മുടെ ജോലിയുടെ ടെൻഷൻ, ഇതെല്ലാം മറക്കുന്നൊരു ടൈമാണ് ഇത്. പിന്നെ എനിക്ക് കാണിയായിട്ട് ഇവിടെ ഗാർഗി ഉണ്ടാവും. പിന്നെ അമ്മ ഉള്ളപ്പോൾ അമ്മ വന്നിരിക്കും. അങ്ങനെ പിന്നെ ഇവിടെ ഇരിക്കുമ്പോഴത്തേനും നമ്മൾ കഥയൊക്കെ എഴുതുമ്പോഴത്തേനും നൈറ്റായിരിക്കും ഞാൻ കഥയൊക്കെ എഴുതുന്നത്. അപ്പം അവളിതൊരു മ്യൂസിക്കൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോഴത്തേന് ഞാൻ വഴക്കൊക്കെ പറയും, നിനക്ക് ഇവിടെ ഇരുന്നേ പറ്റുവോളൂ എന്നൊക്കെ. അങ്ങനെ പറഞ്ഞൊക്കെ വിടും. അങ്ങനെയൊക്കെയാണ് ഒരു ഡേ അവസാനിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഡേ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കൂടെ സ്ട്രെങ്ത്തായിട്ട് നമ്മുടെ ഡ്രീം മനസ്സിലാക്കി കൂടെ ഒരാളുണ്ടെങ്കിൽ കട്ടയ്ക്ക് മുറുകെ പിടിച്ചു. നമുക്ക് മുന്നോട്ട് അത് കൂടുതൽ ഊർജ്ജം തരത്തേ ഉള്ളൂ. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സോ അതുപോലെ തന്നെ നിങ്ങൾ ഇന്നലെ കണ്ട ഒരു വീഡിയോയുടെ ആ ഒരു മേക്കിംഗ്, ബിഹൈൻഡ് സീൻസ് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാം കേട്ടോ. അതുപോലെ തന്നെ മാക്സിമം ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ ബൈ.